നമസ്കാരം. മലയാറ്റൂരിലെ ചിത്രപ്രിയയുടെ കൊലപാതകത്തിൽ വിറങ്ങലിച്ചിരിക്കുകയാണ് നാടൊന്നാകെ. കൊല്ലപ്പെട്ട ചിത്രപ്രിയയും സുഹൃത്ത് അലനും തമ്മിൽ നേരത്തെയും പലവട്ടം വഴക്കുണ്ടായിട്ടുള്ളതായി പോലീസിന് വിവരം ലഭിച്ചു. പെൺകുട്ടിക്ക് വേറെയും അടുപ്പമുണ്ടെന്ന സംശയത്തിലായിരുന്നു ഇത്. കൊലപാതകം നടന്ന ദിവസം കാടപ്പാറ റോഡരികിലെ ഒഴിഞ്ഞ പറമ്പിൽ ഇരുവരും തമ്മിൽ ബലപ്രയോഗം നടന്നതിന്റെ ലക്ഷണങ്ങളുണ്ട്. മൃതദേഹത്തിന് സമീപം ഒഴിഞ്ഞ മദ്യക്കുപ്പിയും 2 സോഫ്റ്റ് ഡ്രിങ്ക് കുപ്പികളുമാണ് കണ്ടെത്തിയത്. ശനിയാഴ്ച വൈകിട്ട് മുണ്ടങ്ങാമറ്റത്ത് നടന്ന ദേശവിളക്കിൽ താലമെടുക്കുന്നതിന് പൂക്കളും താലവും സെറ്റുമുണ്ടും ചിത്രപ്രിയ വീട്ടിൽ തയ്യാറാക്കി വെച്ചിരുന്നു. എന്നാൽ പരിപാടിയിൽ പങ്കെടുക്കാതെ ചിത്രപ്രിയ അലന്റെ ബൈക്കിൽ കയറി പോവുകയായിരുന്നു. ശനിയാഴ്ച മുതൽ കാണാതായ ചിത്രപ്രിയയ്ക്കായി വീട്ടുകാരുടെ പരാതിയിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചതിന് പിന്നാലെയാണ് ചിലർ അലനെ കുറിച്ചുള്ള സൂചനകൾ നൽകിയത്. അലന്റെ ബൈക്കിൽ യുവതി കയറിപ്പോകുന്നത് കണ്ടുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അലനെ ചോദ്യം ചെയ്തുവെങ്കിലും ചിത്രപ്രിയയെ വൈകിട്ട് 6 മണിക്ക് കാടപ്പാറയിൽ ഇറക്കി വിട്ടുവെന്നാണ് പറഞ്ഞത്. തുടർന്ന് അലനെ വിട്ടയക്കുകയായിരുന്നു. എന്നാൽ CCTV ദൃശ്യം ലഭിച്ചപ്പോൾ ശനിയാഴ്ച രാത്രി 2 മണിയോടെ അലനും യുവതിയും മലയാറ്റൂർ പള്ളിയുടെ മുന്നിൽ വരുന്നതും പെൺകുട്ടി അവിടെ ഇറങ്ങി നടക്കുന്നതും മറ്റൊരു ബൈക്കിൽ വന്ന 2 പേർ ഇവരോട് സംസാരിക്കുന്നതുമായ ദൃശ്യമാണ് ലഭിച്ചത്. തുടർന്ന് അലനെ വീണ്ടും ചോദ്യം ചെയ്തപ്പോഴാണ് കൊലപാതക വിവരം വ്യക്തമായത്. കൊലപാതകത്തിൽ വേറെ ആർക്കെങ്കിലും പങ്കുണ്ടോ എന്ന് അന്വേഷിക്കുന്നതിന്റെ ഭാഗമായി ചിലരെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തു വരികയാണെന്നും പോലീസ് പറഞ്ഞു. ക്രൂരമായ മർദ്ദനമാണ് ചിത്രപ്രിയ നേരിട്ടത്. തലയിലേറ്റ അടിയാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുള്ളത്. തലയിൽ 1-ൽ കൂടുതൽ മുറിവുകളുണ്ട്. ശരീരത്തിൽ ആന്തരിക രക്തസ്രാവമുണ്ടായി. ദേഹത്ത് പിടിവലി നടന്നതിന്റെ ലക്ഷണമുണ്ട്. പ്രതി അലനുമായി തെളിവെടുപ്പിനുള്ള ഒരുക്കത്തിലാണ് പോലീസ്. കുറ്റകൃത്യത്തിൽ മറ്റാർക്കും പങ്കില്ലെന്ന നിഗമനത്തിലാണ് പോലീസ് എത്തുന്നത്. പെട്ടെന്നുള്ള ദേഷ്യത്തിൽ കല്ലുകൊണ്ട് ആക്രമിക്കുകയായിരുന്നുവെന്നാണ് അലൻ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. സംഭവം നടക്കുമ്പോൾ മദ്യപിച്ചിരുന്നുവെന്നും അലൻ പറയുന്നു. മലയാറ്റൂർ കുരിശുമുടി മലയിലേക്ക് പോകുന്ന നക്ഷത്ര തടാകത്തിനടുത്ത് മണപ്പാട്ടുചിറയിലെ സിബിയൂർ റോഡിനടുത്തുള്ള പറമ്പിലാണ് മൃതദേഹം കിടന്നത്. എന്നാൽ കാടും പടലവും ഒക്കെ വെട്ടി വൃത്തിയാക്കിയിട്ടിരിക്കുന്നതാണ് ഈ പറമ്പ്. സമീപത്തായി ഒരു വാഹനം പാർക്ക് ചെയ്തിരുന്നു. തിരഞ്ഞെടുപ്പായതിനാൽ ഇതിന്റെ ഉടമസ്ഥൻ വാഹനമെടുക്കുവാൻ എത്തിയിരുന്നില്ല. കല്ലുകൊണ്ടുള്ള ഇടിയേറ്റ് വീണ ഞായറാഴ്ച വെളുപ്പിന് മുതൽ കണ്ടെത്തുന്ന ചൊവ്വാഴ്ച ഉച്ചവരെ മൃതദേഹം തെരുവിൽ തന്നെ കിടക്കുകയായിരുന്നു. അപ്പോഴും ചിത്രപ്രിയയെ തിരഞ്ഞുകൊണ്ടിരുന്ന കുടുംബത്തോട് നാട്ടുകാരിൽ ചിലരാണ് പറമ്പിൽ നിന്ന് ദുർഗന്ധം വമിക്കുന്ന കാര്യം അറിയിക്കുന്നത്. മാതാപിതാക്കളും മറ്റുള്ളവരും ഉടൻ തന്നെ സ്ഥലത്തെത്തി പരിശോധിച്ചതോടെയാണ് മകളാണ് കൊല്ലപ്പെട്ട് കിടക്കുന്നതെന്ന് അറിഞ്ഞത്. പിന്നാലെ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. സംഭവശേഷം സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ട അലൻ തിങ്കളാഴ്ചയോടെയാണ് പിന്നീട് മടങ്ങിയെത്തിയത്. CCTV ദൃശ്യത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ചോദ്യം ചെയ്തപ്പോൾ തങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നുവെന്നും പിന്നീട് ജംഗ്ഷനിൽ ചിത്രപ്രിയയെ ഇറക്കി വിട്ടുവെന്ന മൊഴിയുമാണ് അലൻ നൽകിയത്. വിട്ടയച്ചെങ്കിലും മൃതദേഹം കണ്ടെത്തിയതോടെ വീണ്ടും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയും രാത്രിയുടെ പ്രിവന്റീവ് അറസ്റ്റ് രേഖപ്പെടുത്തുകയുമായിരുന്നു. സ്ഥലത്ത് ക്രമസമാധാന പ്രശ്നം ഉണ്ടാകാതിരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് BNSS 170 അനുസരിച്ച് പ്രിവന്റീവ് അറസ്റ്റ് എന്നാണ് FIR പറയുന്നത്.